ഹലോ. ഇന്ന് വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കാര്യമൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുള്ളതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ, ലാലു, പിന്നെ അച്ഛമ്മ, ഞങ്ങൾ ഇത്ര പേരുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അമ്മായി, അതേപോലെ അമ്മയുടെ മോനും വൈഫും കുട്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം കുറച്ച് നേരം ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ നല്ല കഴുകിയെടുത്ത ചിക്കന് കുറച്ച് വെള്ളത്തിൽ ബ്രോസ്റ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന സോൾട്ട് ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്തിട്ട് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് അധികം നേരം വെക്കണം. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് പ്രിപ്പയർഡ് അല്ല. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കണത്. ഞങ്ങൾ മാത്രമല്ല, മേമിൻ്റെ മോളും എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ചിക്കന് പെട്ടെന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ് ക്യൂബ് ചേർക്കണത്. അതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം ഉപ്പ് പിടിച്ചോളും, കാരണം പെട്ടെന്ന് ഉണ്ടാക്കല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ തന്നെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട്. എന്നാലേ ഈവനിങ് ഒക്കെ ആ ടൈമിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കൽ ടൈം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ. ഇന്നിപ്പോൾ ഇങ്ങനെ കുറച്ച് പെട്ടെന്ന് ആയതുകൊണ്ട് ഇങ്ങനെ ഐസ് ഇട്ടാണ്ട് അങ്ങനെ പെട്ടെന്ന് സോക്കാകാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ടിപ്പാണ് ഇങ്ങനെ ഇട്ട് വയ്ക്കാന്നല്ലോ. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിലേക്ക് മയോണൈസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചതാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പാലിൻ്റെ കൂടെ അടിച്ചാണ്ട് ഉണ്ടാക്കുകയാണ്. ഇവിടെ മുട്ട വെച്ചുണ്ടാക്കണേക്കാട്ടും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ കിഴങ്ങും പാലും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടം. എന്നാലും രണ്ടും കൂട്ടും കേട്ടോ, കൂട്ടാത്ത പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടം ഇതാണെന്ന് പറയും. അപ്പം ഇനി മയണൈസ് ഉണ്ടാക്കാൻ പാലെടുക്കുകയാണ്. ഞങ്ങൾ കുറച്ചധികം പേരുണ്ട്, എല്ലാവരും ഉള്ളതല്ലേ. അതായത് ഇവിടെ വീട്ടിലുള്ളവരും പിന്നെ ചെറിയച്ഛൻ്റെ വൈഫും, അതായത് മേമേൻ്റെ മോളും, അമ്മായിയും അമ്മായിൻ്റെ മോനും മക്കളും എല്ലാവരും കൂടെ ആയിട്ട് കുറച്ച് അധികം ആളുണ്ടല്ലോ. കുറച്ചധികം സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറച്ച് പാൽ ചേർത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അറിയാലോ, എല്ലാവരും ഉണ്ടാക്കണല്ലേ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ സോൾട്ട് ഇടുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ചുള്ള സോൾട്ട് ഇടുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഒന്ന് കുറച്ച് നല്ല ബ്ലെൻഡായി കിട്ടുന്നവരെ മിക്സ് ചെയ്ത് മയോണൈസ് ഇവിടെ സെറ്റാക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നത് ലാലിന് ഹെൽപ്പറായിട്ട് വേണം മിന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോൻ്റെ ഇടയിൽ. അപ്പോൾ ഓൾ രണ്ടാളും കൂടിയാണ് മയോണൈസ് ഉണ്ടാക്കുന്ന പരിപാടി. ഞാൻ, അമ്മ, അനിയത്തി, അതായത് നീതു, മേമ, ഞങ്ങളെല്ലാവരും റോസ്റ്റിൻ്റെ പരിപാടിയിലാണ്. പിന്നെ ഗസ്റ്റ് ഉണ്ടല്ലോ, ഗസ്റ്റല്ല, നമ്മളെ വീട്ടുകാർ തന്നെയാണ്, അമ്മായിയും മോനൊക്കെ. അപ്പോൾ അവരുടെ കൂടെ അച്ഛന്, ചെറിയച്ഛന് ഓലൊക്കെ അവരുടെ സംസാരത്തിലാണ്. സോക്ക് ചെയ്ത ചിക്കൻ നമുക്ക് ബ്രോസ്റ്റ് പൊടിയിലൊന്നും ഇതാക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഡയറക്റ്റ് ബ്രോസ്റ്റ് പൊടിയിൽ ഉണ്ടാക്കണ്ട, അല്ലാതെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് മൈദയിൽ ആദ്യം മുക്കിയിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുത്ത്, അപ്പോൾ അതിൻ്റെ മൈദ എന്തോ പോകുമല്ലോ. എന്നിട്ട് പിന്നെ വീണ്ടും റോസ്റ്റ് പൊടിയിലിട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്രിസ്പായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഇവിടെ സാധാരണ. ഇപ്പോൾ 2-3 തവണയായിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം. ആദ്യമൊന്നും എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ റോസ്റ്റ് പൊടിയിലിട്ടാണ് ഉണ്ടാക്കലുള്ളൂ. ഫസ്റ്റ് റൗണ്ട് ഒന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം ചിക്കന് ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ അവിടെ കാണുന്നത് ഓരോരുത്തർ കാണുമ്പോൾ ഞാൻ എന്തായാലും ചോദിക്കാൻ മതിയാന്ന് വിചാരിക്കണേ. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, കുടംപുളി ഉണക്കാൻ വെച്ചതാണ്. അപ്പം മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അല്ലാന്ന് വെച്ചാൽ പുറത്ത് കാറ്റ് കൊണ്ട് വെച്ചാൽ വേഗം പെട്ടെന്ന് കേട് വരുമല്ലോ. അതുകൊണ്ട് അടുപ്പ് കത്തിച്ച് വെക്കണോണ്ട് ആ ചൂടിൽ കിടന്ന് അങ്ങനെ വേവാൻ വേണ്ടിയിട്ട്, വേവല്ല ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ്. പിന്നെ സൈഡിൽ കണ്ടു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതാണ്, ഓടക്കുഴലാണ്. എന്താ പറയുക, തലമുറകളായിട്ട് കൈമാറി വരുന്ന ഓടക്കുഴലാണിത് ഇവിടെ.
ഒരു 17 കൊല്ലം തോന്നുന്നു ഇവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത സാധനമാണ്. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ, ഈ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ. ഇതെൻ്റെ അനിയത്തി, അതായത് ചെറുച്ചൻ്റെ മോള് മിന്നു, മറ്റേത് അമ്മ. ചിക്കൻ ഒരു സൈഡൊക്കെ വെന്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, 2 സൈഡൊന്നും ഇതാവണ്ടേ. അപ്പം മറ്റു സൈഡും കൂടെ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്, നന്നായി മുരിഞ്ഞ് വരട്ടെ. ഇനിയിപ്പോൾ ചിക്കൻ ഒരു സൈഡിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുബൂസാണ് കൂട്ടത്തിൽ കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ മേമ അവിടെ കുബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉണ്ടാക്കല്ല, ജസ്റ്റ് ചൂടാക്കുക. ആദ്യം ഞങ്ങൾ സ്റ്റവിൽ നേരെ വയ്ക്കുക വിചാരിച്ചു. പിന്നെ അതിനെക്കാട്ടി ഒന്നും കൂടെ നന്നാവുക പാൻ വെച്ചിട്ട് അതിലിട്ടിട്ട് ചൂടാക്കുക വിചാരിച്ചിട്ട് രണ്ടാമത് പാൻ എടുത്തു കൊണ്ടുവന്ന് അതിലിട്ട് ചൂടാക്കാൻ തുടങ്ങി. ഇങ്ങനെ വെക്കല്ലേ സാധാരണ, ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റവിൽ വെച്ചാണ്ട് ഉണ്ടാക്കലാണ്. പിന്നെ ഇതാണ് നമ്മളെ ഗസ്റ്റ് സിദ്ധു, അതായത് സിദ്ധു മോൻ. ആള് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കളിയിലാണ്. ചേച്ചിയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും പെട്ടെന്ന് എങ്ങനെയുണ്ട് മിങ്കിളാവില്ലെങ്കിൽ കണ്ട് പരിചയമായി വന്നപ്പോൾ എല്ലാവരോടും ഭയങ്കര കളിയിൽ കാര്യത്തിലൊക്കെയാണ്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമായി. ഇതാ ബ്രോസ്റ്റ്, കുബൂസ്, മൈനൈസ്, അതേപോലെ സോസൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളം, ബ്രെഡ്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പോവാനും ടൈമായി. എന്താ ലേറ്റായിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അവർ പോവാൻ നിൽക്കുകയാണ്. വീട്ടിലെല്ലാവരും ഉണ്ട്. ഇതാ ഈ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട്. അച്ഛൻ, അമ്മ, ചെറിയച്ഛൻ, ചെറമ്മ, അതായത് മേമ, അനിയത്തിമാർ 2 ആളുണ്ട്. ഏട്ടൻ്റെ അനിയത്തിയും ഉണ്ട്, അതേപോലെ ചെറിയച്ഛൻ്റെ മോളും ഉണ്ട്. പിന്നെ ആ പോണതാണ് അമ്മായിയുടെ മരുമോള് മോൻ. ആള് പോണ സന്തോഷത്തിലാണ് തോന്നുന്നു. എല്ലാവർക്കും നന്നായി ടാറ്റ തരുന്നുണ്ട് എന്തായാലും. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളൊരു അറ്റാക്കാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും കാണിച്ചുകൊണ്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.